الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. गुज़श्ता जुमे में मैंने हज़रत मुस्लिम मऊद കഴിഞ്ഞ ജുമയിൽ ഞാൻ ഹദരത്ത് മുസീഹ് മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ ജ്ഞാനങ്ങളാൽ നിറയ്ക്കപ്പെടും എന്ന ഗുണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതുപോലെ അദ്ദേഹത്തിന്റെ അറിവും ജ്ഞാനവും വിശുദ്ധ ഖുർആൻ തഫ്സീറും അന്യരിൽ ചെലുത്തിയ സ്വാധീനവും അതവർ തുറന്ന രീതിയിൽ വെളിപ്പെടുത്തിയതും ഞാൻ പറഞ്ഞു. ഈ വെളിപ്പെടുത്തലുകളും പ്രവർത്തനങ്ങളും മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം വിവരിക്കത്തക്കവണ്ണം വ്യാപ്തിയുള്ളതാണ്. ഉള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം സമയക്കുറവ് കാരണം എനിക്ക് പറയാൻ സാധിച്ചില്ല. ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നതാണ്. ഈ കാര്യം ഇന്നേക്ക് 90 വർഷം മുമ്പ് നടന്നതാണ്. ഈ പട്ടണം, അതായത് ലണ്ടൻ നഗരവുമായിട്ടാണ് അതിന് ബന്ധമുള്ളത്. നിങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും ഒരുപക്ഷെ അറിയാവുന്നതുപോലെ സെപ്റ്റംബർ 1924 ഒരു സർവമത സമ്മേളനം ഇവിടെ വെച്ച് നടന്നിരുന്നു. അതിൽ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി സ്വയം പങ്കെടുത്തിരുന്നു. ഇന്ന് നമ്മളെക്കുറിച്ച് ആളുകൾക്കറിയാം, ബന്ധങ്ങളുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ അഹമ്മദികൾക്കെതിരിൽ നടന്നുവരുന്ന അതിക്രമങ്ങൾ കാരണത്താൽ പല മനുഷ്യാവകാശ സംഘടനകൾക്കും അവരുടെ നിരീക്ഷണവും നമ്മിലുണ്ട്. അതുപോലെ നമ്മുടെ ഈ ബന്ധങ്ങൾ കാരണം പാർലമെന്റിലെ അംഗങ്ങളും വിദ്യാസമ്പന്നരായ സമൂഹവും ഇവിടെയും ലോകത്ത് മറ്റു സ്ഥലങ്ങളിലും നമുക്ക് സുപരിചിതരാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെയും അല്ലാഹു തആല സവിശേഷമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കോൺഫറൻസ് സംഘാടകർ സ്വയം കൂടിയാലോചനയ്ക്ക് ശേഷം ഹുസൂറിനോട് ലണ്ടനിൽ വന്നുകൊണ്ട് ഈ കോൺഫറൻസിൽ ഇസ്ലാം മതത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അപേക്ഷിച്ചു. ഇത് അള്ളാഹുവിന്റെ സവിശേഷമായ സഹായത്താൽ മാത്രം സാധ്യമായതാണ്. നമ്മൾ അന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ജമാഅത്തിന്റെ സാമ്പത്തികമായ അവസ്ഥയും ആ സമയത്ത് അദ്ദേഹം തന്നോടൊപ്പം 11 പേരടങ്ങുന്ന ഒരു സംഘവുമായിട്ടാണ് വന്നത്. അതൊന്നും ഒരു നിസ്സാര കാര്യമായിരുന്നില്ല. ഹദരത്ത് മുസീഹ് മഊദ് സ്വയം തന്റെ ചെലവുകൾ വഹിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പണം കടമായി വാങ്ങേണ്ടിയും വന്നു. എന്തായാലും ആദ്യം പോകേണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നത്. പിന്നീട് ദുആയും ഇസ്തിഖാറയും ജമാഅത്തിന്റെ കൂടിയാലോചനയ്ക്കും ശേഷം ഈ യാത്ര നടത്തി. അങ്ങനെ അള്ളാഹുവിന്റെ സവിശേഷമായ സഹായ സഹകരണങ്ങൾ ഇതിലെല്ലായിടത്തും നമ്മൾ കണ്ടു. ഇത് ഖലീഫത്തുൽ മസീഹിന്റെ ആദ്യത്തെ യൂറോപ്യൻ പര്യടനമായിരുന്നു. അതിനോടൊപ്പം സിറിയ, മിസർ, ഫലസ്തീൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അല്ലാതെ മറ്റൊരു ഖലീഫയും ഈ അറേബ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടില്ല. കാരണം അതിനുശേഷം സാഹചര്യങ്ങൾ മോശമാവുകയും നിയമങ്ങൾ കർക്കശമാവുകയും ചെയ്തു. ഇപ്പോൾ ഈ കോൺഫറൻസിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചും അതിലത്തെ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹുവിനെ കുറിച്ച് ഇംഗ്ലീഷുകാരുടെ അഭിപ്രായ പ്രകടനങ്ങളും ചുരുങ്ങിയ രീതിയിൽ വിവരിക്കുന്നതാണ്. അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ വൈജ്ഞാനികതയും
ദൈവിക സഹായങ്ങളും ദൃശ്യമാക്കുന്നതോടൊപ്പം हैं जो हमारे നമ്മുടെ യുവതലമുറയ്ക്ക് उस जमाने में ചരിത്രപരമായ ചില വസ്തുതകളെക്കുറിച്ച് അറിയാനും സാധിക്കുന്നതാണ്. ആ കാലഘട്ടത്തിൽ കപ്പൽ മാർഗമാണ് യാത്ര ചെയ്തിരുന്നത്. एक रोज हज़रत मुस्लिम मऊद रज़ियल्लाहु अन्हु अपने साथियों के साथ അതിനൊരുപാട് ദിവസങ്ങൾ എടുക്കുമായിരുന്നു. पढ़ा रहे थे. ഒരു ദിവസം ഹദ്റത്ത് മുസ്ലിഹ് മഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം दरमियान ഫസ്റ്റ് ക്ലാസ്സിനും സെക്കൻഡ് ക്ലാസ്സിനും മധ്യയുള്ള ഡെക്കിൽ ജമാഅത്തായി നമസ്കാരം അനുഷ്ഠിക്കുകയായിരുന്നു. साथी നമസ്കാരത്തിനു ശേഷം जहाज का जो डॉक्टर था അവിടെ ഇരിക്കുമ്പോൾ था ഈ കപ്പലിലെ आपको बैठे देख ഇറ്റാലിയക്കാരനായ ഡോക്ടർ യാദൃച്ഛികമായി അതുവഴി വരാനിടയായി. कि जीसस क्राइस्ट एंड 12 ഹദ്റത്ത് മുസ്ലിഹ് മഊദിനെയും സുഹൃത്തുക്കളെയും കണ്ട അദ്ദേഹം അനിയന്ത്രിതമായി കൊണ്ട് പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് 12 ഡിസ്പ്ലേസ്, डॉक्टर शंतो साहब की അതായത് യേശുക്രിസ്തുവും അദ്ദേഹത്തിന്റെ 12 ശിഷ്യന്മാരും. कि मैं हैरत ഡോക്ടർ ഹഷ്മത്തുള്ള സാഹിബാണ് ഈ നിവേദനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഞാനിത് കേട്ട് ആശ്ചര്യമടഞ്ഞു. था इसलिए लिहाजा കാരണം बस्ती का रहने ഈ ഡോക്ടർ ഇറ്റാലിയനാണ്, ഒരർത്ഥത്തിൽ പോപ്പിന്റെ നാട്ടുകാരനാണ്. वाला बात की है. हुजूर അയാൾ എത്ര ശരിയായതും 11 साथी थे. വൈജ്ഞാനികവുമായ കാര്യമാണ് പറഞ്ഞത്. चौधरी मोहम्मद शरीफ साहब वकील थे जो अपने तौर पर ഉസൂർ അല്ലാഹു തആലാഹുവിന്റെ കൂടെ 11 സുഹൃത്തുക്കളെ കൂടാതെ 12ാമനായിക്കൊണ്ട് ചൗധരി മുഹമ്മദ് ഷരീഫ് സാഹബ് വക്കീലും ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തമായിക്കൊണ്ട് ഈ യാത്രയിൽ പങ്കെടുത്തതായിരുന്നു. ഈ കോൺഫറൻസ് ഇത് വെംബ്ലെ കോൺഫറൻസ് എന്നാണ് അറിയപ്പെടുന്നത്. अगराज़ो मुकासद भी पेश ഇതിന്റെ സംക്ഷിപ്തമായ ചരിത്ര പശ്ചാത്തലവും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നതാണ്. वेम्बले नुमाइश के सिलसिले में 1924 ആരംഭകാലത്ത് ഇംഗ്ലണ്ടിലെ സുപ്രസിദ്ധമായ വെംബ്ലെ പ്രദർശനത്തിൽ അതിനോടനുബന്ധിച്ച് की सालमी नुमाइश के साथ ഒരു സർവമത സമ്മേളനവും സംഘടിപ്പിക്കണം എന്ന നിർദ്ദേശം जिसमें സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന വില്യം ലോഫ്റ്റസ് ഹെയർ മുന്നോട്ട് വച്ചു. की हुकूमत ഇതിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കോളനികൾ ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. की दावत दी जाए വ്യത്യസ്ത മതനേതാക്കന്മാരെ ക്ഷണിക്കണമെന്നും അവർ ഈ കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് नुमाइश के അവരുടെ മത സംഹിതകളെക്കുറിച്ച് വെളിച്ചം വീശണമെന്നും പറഞ്ഞു. शामिल थे. इस ख्याल से इत्तेफाक किया. പ്രദർശനത്തിന്റെ സംഘാടകരിൽ ചില മത നേതാക്കന്മാരും ഉണ്ടായിരുന്നു. लंदन यूनिवर्सिटी का जो അക്കാരണത്താൽ ഈ നിർദ്ദേശം സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ മതപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂൾ ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിന്റെ മേൽനോട്ടത്തിൽ कॉन्फ्रेंस के वसी पैमाने पर इनकाद के लिए एक कमेटी कायम कर दी गई. ഈ കോൺഫറൻസിന് വിശാലമായ നടത്തിപ്പിന് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. किया गया और 22 सितंबर കോൺഫറൻസ് നടത്താനായിക്കൊണ്ട് ഇംപീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലണ്ടൻ നിശ്ചയിക്കപ്പെട്ടു. की गई. അങ്ങനെ അതിനായി 22 സെപ്റ്റംബർ 1924 മുതൽ ഒക്ടോബർ 3, 1924 വരെയുള്ള ദിവസങ്ങൾ നിശ്ചയിച്ചു. അങ്ങനെ കമ്മിറ്റിയിലെ അംഗങ്ങൾ मुंतखब किया और उनको दावत दी. हिंदू मत, താഴെ പറയുന്ന മതങ്ങളുടെ പ്രതിനിധികളെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയും ചെയ്തു. सिखिज्म, तसव्वुफ, ഹിന്ദുമതം, ഇസ്ലാം മതം, ബുദ്ധമതം, आर्य ഫാർസി മതം, ജൈനമതം, സിഖ് മതം, സൂഫി മതം, ബ്രഹ്മസമാജം, ആര്യസമാജം, കൺഫ്യൂഷിസം എന്നിവയായിരുന്നു ഈ മതങ്ങൾ. रहीम साहब दर्द रज़ियल्लाहु अन्हु ആ കാലഘട്ടത്തിൽ जो 1923 के आगाज में ही लंदन में आए थे. लंदन में थे लेकिन आपको इस कॉन्फ्रेंस का इल्म नहीं हो सका. ഹദ്റത്ത് മൗലവി അബ്ദുർ റഹ്മാൻ സാഹിബ് നെയ്യർ जब कमेटी റളിയല്ലാഹു തആല അൻഹു 1923 ആരംഭത്തിൽ തന്നെ ലണ്ടനിലെത്തിയിരുന്നു. और 1924 का कुछ हिस्सा भी गुजर गया तो एक जगह बैठ के यूं ही बरसबील तज़किरा അദ്ദേഹം ലണ്ടനിലുണ്ടായിരുന്നു എങ്കിൽ തന്നെയും जिक्र किया. ഈ കോൺഫറൻസിനെ സംബന്ധിച്ച വിവരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലായിരുന്നു. കമ്മിറ്റി രൂപീകരണവും പ്രഭാഷകരെ നിശ്ചയിക്കലും തുടങ്ങി എല്ലാ ജോലികളും അപ്പോൾ പൂർത്തിയായിരുന്നു. 1904 ഏകദേശം വലിയൊരു പങ്കും കടന്നുപോയിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരാൾ സംസാരമധ്യേ ഹദ്റത്ത് മൗലാന അബ്ദുർ റഹ്മാൻ സാഹിബ് നെയ്യറിനോട് ഇതേക്കുറിച്ച് പറഞ്ഞു. जरूर पेश होना चाहिए. അദ്ദേഹം ഈ വിഷയങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ഉടനെ തന്നെ ഈ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയായ MM ഷാർപ്പിൾസിനെ പോയി കണ്ടു. അദ്ദേഹം മൗലവി സാഹിബിന്റെ സംസാരം കേട്ടുകഴിഞ്ഞപ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള അഹമ്മദിയ ജമാഅത്തിന്റെ കാഴ്ചപ്പാടുകൾ തീർച്ചയായും അവതരിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. उनकी
കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായ ഡോക്ടർ തോമസ് ഡബ്ല്യു അർണോൾ പ്രാസംഗികരെക്കുറിച്ച് നെയ്യർ സാഹിബിന്റെ അഭിപ്രായവും ആരായേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചു. കാരണം മൗലവി സാഹിബിന്റെ വ്യക്തിത്വത്തിലും അദ്ദേഹത്തിന്റെ അറിവിലും അദ്ദേഹം അത്ര കണ്ട് സ്വാധീനിക്കപ്പെട്ടിരുന്നു. ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമ്മൾ ധൈര്യം കൈവടിയാറുണ്ട്, സമയം കഴിഞ്ഞു പോയി, ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കാറുണ്ട്. എന്നാൽ ആ സമയത്ത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ട ശേഷവും ധൈര്യം അവലംബിച്ചുകൊണ്ട് അവിടെ പോയി അങ്ങനെ ആ വലിയ സംഘാടകരെ കൊണ്ട് അത് സമ്മതിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നെയ്യർ സാഹിബിനോടൊപ്പം ഈ പരിപാടിയെക്കുറിച്ച് വീണ്ടും പുനരവലോകനം നടത്തി. ഹിന്ദുമത പ്രഭാഷകരെയും ബുദ്ധമത പ്രഭാഷകരെയും കൂടാതെ സൂഫിസത്തെ സംബന്ധിച്ചും നെയ്യർ സാഹിബുമായി കൂടിയാലോചന നടത്തി. സൂഫിസത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് ഹദ്റത്ത് സൂഫി റോഷൻ അലി സാഹിബ് അല്ലാഹു തആല അൻഹുവിന്റെ പേര് എഴുതിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ ഹാഫിദ് റോഷൻ അലി സാഹിബ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഇമാമായ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ അനുവാദമില്ലാതെ ഇവിടെ വരികയില്ല എന്നും അവരെ ബോധിപ്പിച്ചു. കമ്മിറ്റിയിൽ ഈ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ തന്നെ ഡോക്ടർ അർണോൾഡും പ്രൊഫസർ മാർഗരറ്റും കമ്മിറ്റിയിലെ മറ്റംഗങ്ങളും വളരെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ സവിധത്തിൽ അദ്ദേഹം സ്വയം ഈ കോൺഫറൻസിൽ പങ്കെടുക്കണമെന്നും ഒപ്പം ഹാഫിദ് റോഷൻ അലി സാഹിബിനെ കൊണ്ടുവരണമെന്നും അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ സവിധത്തിൽ ഇന്ത്യയിലെ പ്രശസ്തരായ പല മതനേതാക്കന്മാരുടെയും ക്ഷണക്കത്ത് ലഭിക്കുകയുണ്ടായി. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഈ ക്ഷണം സ്വീകരിച്ചത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അല്ലാഹു തആല അൻഹു കോൺഫറൻസിന് വേണ്ടി പ്രബന്ധം എഴുതാൻ ആരംഭിച്ചു. അതിന്റെ പരിഭാഷയും തിരുത്തലും ചൌധരി ജഫറുല്ല ഖാൻ സാഹിബ്, മൗലവി ഷെർലി ഖാൻ സാഹിബ്, മിർസ ബഷീർ അഹമ്മദ് സാഹിബ് MA എന്നിവർ നിർവഹിച്ചു. എന്നാൽ ഈ രീതിയിൽ തയ്യാറാക്കിയ പ്രബന്ധം വളരെ സുദീർഘമായി പോയിരുന്നു. അത് വായിച്ചു കേൾപ്പിക്കുന്നത് ഒട്ടും അനുയോജ്യമായിരുന്നില്ല. കാരണം സമയബന്ധിതമായിക്കൊണ്ട് അത് അവതരിപ്പിക്കുവാൻ സാധ്യമല്ലായിരുന്നു. അതിന്റെ സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുന്നതും അനുയോജ്യമല്ലാത്ത കാരണത്താൽ പുതിയ ഒരു പ്രബന്ധം തന്നെ എഴുതണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ പുതിയ പ്രബന്ധം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി എഴുതി പിന്നീട് അത് പരിഭാഷപ്പെടുത്തി. എന്തായാലും അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സെപ്റ്റംബർ 23, 1924 ഈ കോൺഫറൻസ് ആരംഭിച്ചു. ഈ ദിനം യൂറോപ്യൻ യാത്രാ ചരിത്രത്തിലും സുവർണ ദിനമായിരുന്നു. ഇന്നേ ദിവസം വെംബ്ലെ കോൺഫറൻസിൽ ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഈ പ്രബന്ധം വായിക്കപ്പെടേണ്ടിയിരുന്നു. അങ്ങനെ അത് അവതരിപ്പിക്കുന്നതിലൂടെ ഇസ്ലാമിനും അഹമ്മദിയത്തിന്റെയും പ്രശസ്തിക്ക് 4 നക്ഷത്രങ്ങൾ ചാർത്തപ്പെടുമായിരുന്നു. യൂറോപ്പിൽ ഇസ്ലാമിന്റെ സന്ദേശം ശരിയായ രീതിയിൽ അതുമൂലം എത്തിക്കപ്പെട്ടു. ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലണ്ടനിൽ പ്രഭാഷണം നടത്തുന്നതായിട്ടുള്ള ഒരു ദർശനം, ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് മഊദ് ഈ പ്രഭാഷണത്തിലും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ പ്രൗഢിയോടും കൂടി ഇവിടെ പൂർത്തിയായി. പറയുന്നു, പ്രബന്ധം അവതരിപ്പിക്കാൻ നിശ്ചയിക്കപ്പെട്ടത് വൈകിട്ട് 5 മണിക്കായിരുന്നു. അതിനു മുമ്പ് തുടർച്ചയായി 2.5 മണിക്കൂറോളം ആളുകൾ ഇസ്ലാമിനെ കുറിച്ചും മറ്റ് മതങ്ങളെക്കുറിച്ചുമുള്ള പ്രഭാഷണങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ സമയമായപ്പോൾ ആളുകൾ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കുകയും അതീവ താൽപര്യത്തോടും അഭിരുചിയോടും കൂടി ശ്രവിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, നോക്കി നിൽക്കെ തന്നെ ഹാളിലെ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു കവിയാൻ തുടങ്ങി. അങ്ങനെ ആ ഹാള് മൊത്തമായി കൊണ്ട് നിറഞ്ഞു. അതിനു മുമ്പുള്ള ഒരു പ്രഭാഷണത്തിനും തന്നെ ഇത്ര കണ്ട് ശ്രോതാക്കളില്ലായിരുന്നു. ഈ സദസ്സിന്റെ അധ്യക്ഷൻ സർ തിയോഡർ മെസ്സിൻ ആയിരുന്നു. അദ്ദേഹം ഹുസൂറിനെ പരിചയപ്പെടുത്തുകയും തികഞ്ഞ ആദരവോടും ബഹുമാനത്തോടും കൂടെ അദ്ദേഹത്തോട് തന്റെ വാക്കുകളാൽ ഈ സദസ്സിനെ ധന്യമാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി തന്റെ സുഹൃത്തുക്കളോടൊപ്പം സ്റ്റേജിലിരിക്കുകയായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് ഇംഗ്ലീഷിൽ ചുരുങ്ങിയ രീതിയിൽ പ്രസംഗിച്ചു. പറഞ്ഞു, ബഹുമാന്യ അധ്യക്ഷൻ, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഞാൻ ആദ്യമായി കൊണ്ട് ഈ കോൺഫറൻസിന്റെ സംഘാടകരുടെ ഹൃദയത്തിൽ
ഇത്തരം മതപരമായ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന ചിന്ത ഇട്ടുകൊടുത്ത അള്ളാഹുവിന് നന്ദി പറയുന്നു. के बाद में अपने അങ്ങനെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളുടെ പ്രഭാഷണങ്ങളും ആശയങ്ങളും കേട്ടുകൊണ്ട് ഏത് മതമാണ് സ്വീകരിക്കേണ്ടത് എന്ന തീരുമാനത്തിൽ നമുക്കെത്താൻ സാധിക്കുന്നതാണ്. ऐसे तौर അതിനുശേഷം ഞാൻ എന്റെ ശിഷ്യനായ ചൌധരി ജഫറുല്ലാ ഖാൻ സാഹിബ് ബാററ്റ് ലോയോട് എന്റെ പ്രബന്ധം കേൾപ്പിക്കാൻ നിർദ്ദേശിക്കുകയാണ്. कई कई അതുപോലെ അദ്ദേഹം പറഞ്ഞു, बोलता हूँ, ഞാൻ എന്റെ സ്വന്തം ഭാഷയിലും എഴുതിയ പ്രബന്ധങ്ങൾ വായിക്കാറില്ല. ഞാൻ സാധാരണയായി 6-7 മണിക്കൂറുകൾ തുടർച്ചയായി വായ്മൊഴിയായി സംസാരിക്കാറാണ് പതിവ്. പറഞ്ഞു, മതപരമായ കാര്യങ്ങൾ ഈ ലോകത്ത് മാത്രമായി അവസാനിക്കുന്നില്ല, മറിച്ച് മരണശേഷവും അത് അടുത്ത ലോകം വരെയും തുടരുന്നു. മനുഷ്യന്റെ നിത്യശാന്തി മതലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അക്കാരണത്താൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ചൌധരി സാഹിബ് ഏകദേശം 1 മണിക്കൂർ ദൈർഘ്യത്തിൽ ഗാംഭീര്യത്തോടുകൂടി ആ വിഷയം അവതരിപ്പിച്ചു. लेकिन अल्लाह ताला ने खास ചൌധരി സാഹിബിന്റെ തൊണ്ടയിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നിട്ടുകൂടി और बड़े अलग रंग में उन्होंने मजमून पढ़ा. അള്ളാഹുവിന്റെ സവിശേഷമായ സഹായം കാരണത്താൽ ये भी फरमाया है कि हज़रत വളരെ ഔന്നത്യത്തോടുകൂടി അദ്ദേഹം ആ പ്രബന്ധം വായിച്ചു കേൾപ്പിച്ചു. ये असल में फरमाया कि मेरी जुबान थी, यानी जो ईसा पढ़ रहे थे ഇതിനെക്കുറിച്ച് ഒരിടത്ത് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി തന്നെ പറഞ്ഞിട്ടുണ്ട്. हाल इस मजमून അതായത് ചൌധരി സാഹിബ് വായിച്ച ഈ പ്രബന്ധം യഥാർത്ഥത്തിൽ അത് എന്റെ തന്നെ നാവായിരുന്നു. ऐसा मालूम അതായത് വായിച്ചത് ചൌധരി സാഹിബ് ആണെങ്കിലും നാവ് ചൌധരി സാഹിബിന്റേതല്ല, മറിച്ച് എന്റേതായിരുന്നു എന്ന്. तक बैठे रहे എന്തായാലും ഈ പ്രബന്ധത്തിൽ അവതരിപ്പിച്ച വിഷയം ശ്രോതാക്കളിൽ ഒരു പ്രത്യേകമായ അനുഭൂതി ഉളവാക്കി. होती എല്ലാ ശ്രോതാക്കളും അഹമ്മദികളാണെന്ന് തോന്നിപ്പിച്ചിരുന്നു. गुलामी सूद എല്ലാവരും ഒരു മയക്കത്തിൽ എന്ന പോലെ അവസാനം വരെ ഇരുന്നു. പ്രബന്ധത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾക്ക് അറിയാത്ത പുതിയ വിഷയങ്ങൾ വരുമ്പോൾ പലരും തന്നെ സന്തോഷത്താൽ തുള്ളിച്ചാടിയിരുന്നു. അടിമത്തം, പലിശ, ബഹുഭാരിത്വം തുടങ്ങിയ വിഷയങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ പ്രതിപാദിക്കപ്പെട്ടു. ഈ വിഷയത്തെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും അതീവ താൽപര്യത്തോടുകൂടി ശ്രവിച്ചു. 1 മണിക്കൂറിന് ശേഷം പ്രബന്ധം അവസാനിച്ചപ്പോൾ ആളുകൾ വികാരാവേശത്തോടുകൂടി ദീർഘനേരം കൈയടിച്ചു. अनवार उलूम की 8वीं जिल्द സഭാധ്യക്ഷനെ കുറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. खुलासतन ഈ പ്രബന്ധം അൻവാറുൽ ഉലൂമിന്റെ 8ാമത്തെ വാള്യത്തിലുണ്ട്. എന്തായാലും ചുരുക്കത്തിൽ ഈ പ്രബന്ധത്തിൽ ഹദരത്ത് മുസീഹ് മൗലാ തആലാഹു 1889 അഹമ്മദിയ ജമാഅത്തിന്റെ സംസ്ഥാപനത്തെക്കുറിച്ചും दावा मेहदी होने അതിന്റെ ആരംഭത്തെക്കുറിച്ചും പ്രതിപാദിച്ചു. की हजरत सल्लल्लाहु പിന്നീട് അദ്ദേഹം പറഞ്ഞു, इसी तरह मसीह होने का दावा था जिसकी पेशगोई अंजील और इस्लामी कुतुब में मौजूद है. ഹദരത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഹദിയാണെന്ന വാദത്തിനെ കുറിച്ചുള്ള പ്രവചനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ മസീഹാണ് എന്ന വാദത്തെക്കുറിച്ചുള്ള പ്രവചനം ഇഞ്ചീലിലും മറ്റ് ഇൽഹാമി ഗ്രന്ഥങ്ങളിലുമുണ്ട്. ഈ വാദങ്ങൾ കാരണത്താൽ എല്ലായിടത്തു നിന്നും അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. മുസ്ലിം പണ്ഡിതന്മാരും മുന്നിട്ടിറങ്ങി അദ്ദേഹത്തിനെ എതിർത്തു. എന്നാൽ ഇതെല്ലാമായിട്ടും കൂടി അദ്ദേഹത്തിന് ചുറ്റും ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു ജമാഅത്ത് രൂപപ്പെട്ടു. പിന്നീട് ജമാഅത്ത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങി. खुलासा क्या इंतहाई खुलासा कह सकते हैं. ഈ പ്രബന്ധത്തിന്റെ ചുരുക്കമാണ് ഞാൻ പറയുന്നത്. ചുരുക്കമല്ല, മറിച്ച് വളരെ പരിമിതമായ രീതിയിൽ അതിന്റെ പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംക്ഷിപ്തമായ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് പോലും 1 മണിക്കൂർ സമയമെടുത്തു. इस्लाम वो तो काफी लंबी किताब बन जाती है. बहरहाल फिर आपने फरमाया कि हज़रत मसीह അതുപോലെ ആദ്യം എഴുതിയ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്ന പ്രബന്ധം അത് വളരെ സുദീർഘമായ ഒരു ഗ്രന്ഥമാണ്. എന്തായാലും അദ്ദേഹം പറയുന്നു, ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം ജമാഅത്തുൽ ഖിലാഫത്തിന്റെ വ്യവസ്ഥാപിതമായ സംവിധാനം ആരംഭിച്ചു. ഈ ഖിലാഫത്ത് വ്യവസ്ഥിതിയിലൂടെ ഈ മിഷൻ മുന്നോട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡസൻ കണക്കിന് നാടുകളിൽ ജമാഅത്ത് സ്ഥാപിക്കപ്പെട്ടു. എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ ഇസ്ലാമിൽ ജമാഅത്തിൽ ചേരാൻ തുടങ്ങി. के मसीह मौद की जरूरत പിന്നീട് പറഞ്ഞു, मुताबिक इस ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, में थी പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മസീഹ മൗഊദിന്റെ ആവശ്യം ഈ കാലഘട്ടത്തിനാണുള്ളത്. എന്തുകൊണ്ടെന്നാൽ പല കാലഘട്ടങ്ങളിലും ആവശ്യവും അടയാളങ്ങളും അനുസരിച്ചുകൊണ്ട് പരിഷ്കർത്താക്കളായ മസീഹികൾ വന്നിട്ടുണ്ട്. फिर हज़रत मसीह मौद अलैहिस्सलाम ने यह भी फरमाया था, ये भी बताया आपने कि खुदा ताला പിന്നീട് अपने नेक बंदों से कलाम करता है. ഹദരത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെയും പറഞ്ഞതായി അദ്ദേഹം പറയുന്നു, वो मुशफिक है അതായത് ദൈവം തന്റെ വരിഷ്ഠന്മാരായ ദാസന്മാരോട് സംസാരിക്കുന്നു, അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. इसकी അള്ളാഹു പരമകാരുണികനും മുഷ്ഫിക്കുമാകുന്നു. ആയതിനാൽ അവൻ
വാഗ്ദത്ത മസീഹിനെ അയച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പരിഷ്കരണത്തിനുള്ള മാർഗങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മഊദ് ദൈവാസ്തിക്യത്തിൽ ദൃഢവിശ്വാസം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവന്റെ ഏകത്വത്തെ സ്ഥാപിച്ച് അവനുമായുള്ള ബന്ധം സ്ഥാപിക്കാനായി सबूत दिया है और ये भी बताया ഇന്നും അള്ളാഹു ജീവിച്ചിരിക്കുന്നതിനുള്ള തെളിവ് നൽകുകയും अगर कोई मजहब खुदा के वजूद की ഒപ്പം വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുന്നു. അഥവാ ഏതെങ്കിലും മതം नहीं है ദൈവാസ്തിക്യത്തെ പരിപൂർണമായി മനസ്സിലാക്കി കൊടുക്കുന്നില്ല എങ്കിൽ അതിന് മതം എന്ന് പറയുന്നതിന് യാതൊരു അർഹതയുമില്ല. और हर फर्द പിന്നീട് ഹദ്റത്ത് മസീഹ് മഊദ് അല്ലാഹു തആല അൻഹു തന്റെ ഈ പ്രബന്ധത്തിൽ പ്രവാചകന്മാരുടെ സ്ഥാനമാനത്തെക്കുറിച്ചും फिर आपने ये भी फरमाया ഓരോ വ്യക്തിയും ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ആത്മീയ പുരോഗതിയെക്കുറിച്ചും വിവരിച്ചു. और दूरअंदेशी से बयान फरमाया कि कुरान करीम को आखिरी और ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ഹിക്മത്തോടും ദീർഘവീക്ഷണത്തോടും കൂടി इंसान പറയുന്നു, വിശുദ്ധ ഖുർആൻ അവസാനത്തെയും പരിപൂർണവുമായ ഗ്രന്ഥമാണ് എന്നതിന്റെ അർത്ഥം മനുഷ്യൻ ബൗദ്ധിക വികാസത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്നല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ അവസാന ഗ്രന്ഥമാണ് എന്നതിൽ അടങ്ങിയിരിക്കുന്ന മനോഹാരിത ഇതാണ്. ഇതിൽ അറിവിന്റെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു. അത് ലഭിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ और संजीदगी के साथ മനുഷ്യൻ തികഞ്ഞ പക്വതയോടുകൂടി മുന്നോട്ട് നീങ്ങുമ്പോഴാണ്. അങ്ങനെ തികച്ചും പരിപക്വമായ നിലയിൽ ഇതിനെ തേടി നടക്കുമ്പോൾ ആത്മീയ പുരോഗതിയും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ മറ്റ് മറഞ്ഞിരിക്കുന്ന ഭൗതികവും ജ്ഞാനസമ്പൂർണവുമായ വിഷയങ്ങളും വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുന്നതാണ്. फिर हज़रत मुस्लिम मऊद ने ये भी ഇത് ഓരോരുത്തർക്കും തന്നെ അവരവരുടെ അഭിരുചിക്ക് അനുസൃതമായിക്കൊണ്ടാണ് ലഭിക്കുന്നത്. പിന്നീട് ഹദ്റത്ത് മസീഹ് മൗഊദ് പറയുന്നു, कि इस्लाम तलवार से फैला വിശുദ്ധ ഖുർആൻ और उसकी दलील ये पेश की जो മുസ്ലിങ്ങളുടെ മേൽ ഉന്നയിക്കപ്പെടുന്ന में कोई जबर नहीं ഒരാക്ഷേപം, അതായത് ഇസ്ലാം വാളിനാൽ പ്രചരിക്കപ്പെട്ടു എന്ന ആക്ഷേപത്തിന് മറുപടി നൽകുന്നു. आदत है ഇതിന് തെളിവായിക്കൊണ്ട് ദീനിൽ യാതൊരു ബലാത്കാരവുമില്ല എന്ന ആയത്ത് അദ്ദേഹം ഉദ്ധരിച്ചു. कर देने की कोशिश की जाए. ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തപ്പെടുമ്പോൾ മാത്രമേ യുദ്ധം അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. मौज़ूआत हैं जो इस तकरीर में आपने बयान फरमाए, मसलन गुलामी जैसे पहले भी जिक्र हो चुका है, അതുപോലെ വ്യത്യസ്തമായ പല വിഷയങ്ങളും അദ്ദേഹം ഈ പ്രബന്ധത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി. अखलाकी तालीम, हयात മുൻപ് സൂചിപ്പിച്ചതുപോലെ അടിമത്വം, പലിശ നിരോധനം, ബഹുഭാരിത്വം, തൊലാഖ്, സൽസ്വഭാവത്തെക്കുറിച്ചുള്ള അധ്യാപനം, മരണാനന്തര ജീവിതം എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് എന്ന് അദ്ദേഹം വിവരിക്കുകയുണ്ടായി. आप अलैहिस्सलाम की ताईद में इलाही निशाना അതിനുശേഷം ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസന്ധതയ്ക്കുള്ള തെളിവുന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹായത്തിനായി വെളിപ്പെട്ട ദൈവിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു. हज़रत मसीह मऊद अलैहिस्सलाम की പിന്നീട് ഹദ്റത്ത് മസീഹ് മഊദ് അല്ലാഹു തആല അൻഹു ഈ പ്രബന്ധത്തിൽ जिसमें हज़रत मसीह मऊद अलैहिस्सलाम ने जैसा कि ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ദർശനത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ये देखा तो रोया അതിൽ ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ലണ്ടനിൽ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് और बाद में आपने चंद परिंदे पकड़े, ഒരു പ്രഭാഷണം നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം ഏതാനും പക്ഷികളെ പിടിച്ചു. അദ്ദേഹം അതിനെ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നു, അതായത് അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ ലണ്ടനിൽ പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിലൂടെ ആളുകൾ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതാണ്. ഇതിന്റെ ആദ്യത്തെ പുലർച്ച ഹദ്റത്ത് മസീഹ് മഊദ് അല്ലാഹു തആല അൻഹുവിന്റെ ഈ പ്രഭാഷണത്തോടുകൂടി പൂർത്തീകരിക്കപ്പെട്ടു. हज़रत मुस्लिम मऊद ने हज़रत मसीह मऊद अलैहिस्सलाम के हवाले से ये भी फरमाया പിന്നീട് ഹദ്റത്ത് മസീഹ് മഊദ് അല്ലാഹു തആല അൻഹു ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ सदाकत जानने के लिए दुआ करे, നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ फिर सदाकत खुल जाएगी. പറയുന്നു, അതായത് ഒരാൾ വൈരാഗ്യ ബുദ്ധി ഉപേക്ഷിക്കുകയും പരിശുദ്ധനായിക്കൊണ്ട് 40 ദിവസം വരെ സത്യം അറിയുന്നതിനായി ദുആ ചെയ്യുകയുമാണെങ്കിൽ അയാളിൽ സത്യം വെളിപ്പെടുന്നതാണ് എന്ന ഉദ്ധരണി അദ്ദേഹം വായിച്ചു. और भाइयों, അവസാനത്തിൽ ഹദ്റത്ത് മസീഹ് മഊദ് അല്ലാഹു തആല അൻഹു ഈ പ്രബന്ധം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു, और वो സഹോദരീ സഹോദരന്മാരെ, ദൈവിക പ്രകാശം നിങ്ങൾക്കായി തിളങ്ങി നിൽക്കുന്നു. अजीब फसाना ख्याल करने लगी ലോകം കാലപ്പോക്കിനാൽ വെറും കഥയായി മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ വെളിപ്പെട്ടിരിക്കുകയാണ്. नबी के जरिए तुम पर जाहिर किया गया है. हाँ, ऐसा नबी जिसकी बेइज्जत की खबर ദൈവത്തിന്റെ ശക്തിപ്രഭാവം ഒരു പ്രവാചകനിലൂടെ നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. तमाम ഇദ്ദേഹത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ചുള്ള നൂഹ് നബി അലൈഹി ഇസ്ലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും തന്നെ മുൻകൂട്ടി പ്രവചനം ചെയ്തിട്ടുള്ള ഒരു പ്രവാചകനാണ്. खुदा हूँ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി ഇക്കാര്യം സ്ഥാപിച്ചു കാണിച്ചിരിക്കുന്നു. അതായത് ഞാൻ മരിച്ച് മൺമറഞ്ഞവരുടെ മാത്രം ദൈവമല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്നവരുടെയും ദൈവമാണ്. बस तुम മുൻപ് കടന്നു കഴിഞ്ഞിട്ടുള്ളവരുടെ മാത്രം ദൈവമല്ല, മറിച്ച് ഭാവിയിൽ വരാനുള്ളവരുടെയും ദൈവം ഞാൻ തന്നെയാണ്. जिंदगी आरजी है, ആകയാൽ നിങ്ങൾ ഈ പ്രകാശത്തെ സ്വീകരിക്കുകയും
അത് മുഖേന നിങ്ങളുടെ ഹൃദയത്തെ ദീപ്തമാക്കുകയും ചെയ്യുക. സഹോദരിമാരെ, സഹോദരന്മാരെ, ജീവിതം നശ്വരമാണ്, എന്നാൽ അതിനുശേഷം ഒന്നുമില്ല എന്ന ചിന്താഗതി തെറ്റാണ്. ആത്മാവിനെ അവസാനിപ്പിക്കുവാനല്ല, മറിച്ച് എന്നേക്കുമായിട്ടുള്ള ജീവിതത്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ ജനിക്കുന്ന നിമിഷം മുതൽ ഒരിക്കലും അവസാനമില്ലാത്ത ഒരു മാർഗത്തിൽ കൂടി ചലിപ്പിക്കപ്പെടുന്നു. മരണം ആ മാർഗത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുമെന്നല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ ചെറിയ ചെറിയ മത്സരങ്ങളിൽ ഒരാൾ മറ്റൊരാളെക്കാൾ മുന്നേറാൻ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ വലിയ മത്സരത്തെ നിങ്ങൾ അവഗണിച്ചു കളയുന്നത് എന്താണ്? ഇതിൽ ഭൂതം, വർത്തമാനം, ഭാവി തുടങ്ങി 3 കാലത്തിലെയും തലമുറകൾക്ക് നിർബന്ധമായും പങ്കെടുക്കേണ്ടതായി വരുന്നതാണ്. കിഴക്ക് ഒരു ദൈവികദാസൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിവില്ലേ? ദൈവം അവൻ മുഖേന സത്യത്തിനെ നിങ്ങളുടെ കവാടങ്ങൾ വരെ എത്തിച്ചിരിക്കുന്നു. നിങ്ങൾ സത്യഹൃദയത്തോടുകൂടി അള്ളാഹു നിങ്ങളിൽ ചെയ്തിരിക്കുന്ന ഈ ഔദാര്യത്തിന് നന്ദി രേഖപ്പെടുത്തുക. അത് മുഖേന അവന്റെ ഔദാര്യം നിങ്ങളിൽ അധികമധികമായി വർഷിക്കപ്പെടുന്നതാണ്. നിങ്ങൾ അവന്റെ കാരുണ്യത്തെ നേടുന്നതിനായി മുന്നോട്ട് കുതിക്കുക. അത് മുഖേന അവന്റെ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി ആവേശം കൊള്ളുന്നതാണ്. നിങ്ങൾ ബുദ്ധിയിൽ അലസതയുണ്ടാക്കുന്ന പ്രയോജനകാരിയല്ലാത്ത വസ്തുക്കളെ താല്പര്യത്തോടുകൂടി കാണുന്നത് എന്തുകൊണ്ടാണ്? പ്രയോജനകാരിയല്ലാത്ത ഈ വസ്തുക്കളിൽ നിങ്ങൾ എങ്ങനെയാണ് സംതൃപ്തരാകുന്നത്? ഇത് ആത്മാവിന്റെ ആഗ്രഹങ്ങളെ ഞെരുക്കിക്കളയുന്നവയാണ്. നിങ്ങൾ ബിംബത്തിന് മുന്നിൽ കുനിയുന്നതിനെ നിരാകരിക്കുകയും പിന്നീട് ജീവിതത്തിന്റെ യാതൊരു അടയാളവുമില്ലാത്ത ഈ ബിംബങ്ങളുടെ മുന്നിൽ കുനിയുന്നതും എങ്ങനെയാണ്? വരൂ, ഈ ദൈവിക ജീവാമൃതത്തെ നുകരൂ. ഇത് ദൈവം നിങ്ങൾക്കായി ഒരുക്കിയതാണ്. ഈ പീയൂഷം ബുദ്ധിയെ നശിപ്പിക്കുന്നതല്ല, മറിച്ച് അതിനെ ശാക്തീകരിക്കുന്നതാണ്. സന്തോഷപ്പെടുക, അല്ലയോ വധുവിന്റെ തോഴിമാരെ. ഇത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അല്ലയോ വധുവിന്റെ തോഴിമാരെ, സന്തോഷിക്കുക. വധുവിന്റെ തോഴിമാരെ, സന്തോഷഗീതങ്ങൾ പാടുക. വരൻ ഇതാ വന്നെത്തിയിരിക്കുന്നു. തേടിക്കൊണ്ടിരിക്കുന്നവൻ ലഭ്യമായിരിക്കുന്നു. ആരെയാണോ കാത്തിരുന്നത്, ആരെയാണോ കാത്തിരുന്നവരുടെ കണ്ണുകൾ അന്ധമായി പോയത്, അവനിപ്പോൾ നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിന്റെ പേരിൽ വന്നവൻ അനുഗ്രഹീതനാണ്. തീർച്ചയായും ദൈവത്തിന്റെ പേരിൽ വന്നവൻ അനുഗ്രഹീതൻ തന്നെയാണ്. ആരാണോ അവനെ പ്രാപിക്കുന്നത്, അവരെല്ലാം പ്രാപിച്ചിരിക്കുന്നു. ആർക്കാണോ അവനെ കാണാൻ സാധിക്കാത്തത്, അവർക്കൊന്നും തന്നെ കാണാൻ സാധിക്കുന്നതല്ല. വാഹൃദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെ അദ്ദേഹം പ്രഭാഷണം അവസാനിപ്പിച്ചു. ഇതിൽ വളരെ ഹിക്മത്തോടെ, വളരെ ആർജവത്തോടും ധൈര്യത്തോടും കൂടെ അദ്ദേഹം ഇസ്ലാമിന്റെ സവിശേഷതകളെ പ്രകീർത്തിച്ചു. ഒപ്പം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് 1 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള പ്രഭാഷണമായിരുന്നു. ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ സംഗ്രഹമാണ് ഞാൻ ചില പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ മുമ്പിൽ സമർപ്പിച്ചത്. എന്തായാലും ഈ പ്രഭാഷണം ശ്രോതാക്കളിൽ ചെലുത്തിയ സ്വാധീനത്തെ സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഫറൻസിന്റെ അധ്യക്ഷൻ പറയുന്നു, അൽഫദറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മിർസ ബഷീറുദ്ദീൻ ഇമാം ജമാഅത്തെ അഹമ്മദിയയുടെ പ്രബന്ധം അവതരിപ്പിച്ചതിൽ സർ തിയോഡർ മേഴ്സൺ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നു: അഹമ്മദിയ ജമാഅത്ത് അതുപോലെ ഇക്കാലത്ത് രൂപപ്പെട്ടിരിക്കുന്ന മറ്റ് ജമാഅത്തുകളും സ്ഥാപിച്ചു കാണിക്കുന്നത് ഇസ്ലാം ഒരു ജീവനുള്ള മതമാണെന്നും അതിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ച് ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുമാണ്. മിർസ ബഷീറുദ്ദീനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ധാരാളം പച്ച പകടിധാരികളായ അനുയായികളും പറയുന്നത് ഈസവി പരമ്പരയെ പോലെ ഇസ്ലാമിൽ നിർബന്ധമായ ഒരു പ്രകൃതിയമായ പരിഷ്കരണം ആവശ്യമുണ്ട്. അതിന്റെ ഉദ്ദേശം പുതിയ ഏതെങ്കിലും ശരീഅത്ത് നിയമങ്ങൾ കൊണ്ടുവരിക എന്നല്ല, മറിച്ച് യഥാർത്ഥവും സത്യവുമായ ഇസ്ലാമിക അധ്യാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ്. പിന്നീട് അധ്യക്ഷൻ പറയുന്നു, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. പ്രബന്ധത്തിന്റെ സവിശേഷതയും മനോഹാരിതയും പ്രബന്ധം തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഭാഗത്തു നിന്നും ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നും ഈ പ്രബന്ധത്തിന്റെ സവിശേഷതയ്ക്കും അതിന്റെ വിഷയക്രമത്തിലെ അടുക്കും ചിട്ടയ്ക്കും അതിലെ ചിന്താധാരകളും ഉന്നതമായ തെളിവുകൾക്കും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രോതാക്കളുടെ മുഖങ്ങൾ ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കുന്നു എന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. ശ്രോതാക്കളുടെ ഭാഗത്തു നിന്ന് നന്ദി പറയുന്നതിൽ ഞാൻ സത്യത്തിലാണ് എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. ഞാൻ അവരുടെ പ്രാതിനിധ്യത്തിന്റെ കടമയാണ് നിർവഹിക്കുന്നത്. പിന്നീട് ഹുസൂറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രഭാഷണത്തിന്റെ വിജയത്തിൽ താങ്കളെ അഭിനന്ദിക്കുന്നു. താങ്കളുടെ പ്രബന്ധം വളരെ ഉന്നതമായ പ്രബന്ധമായിരുന്നു. അതിനുശേഷവും അധ്യക്ഷൻ മെർസൺ
കുറെ നേരം സ്റ്റേജിൽ തന്നെ നിന്നു. വീണ്ടും വീണ്ടും പ്രബന്ധത്തെ പ്രകീർത്തിച്ചുകൊണ്ടേയിരുന്നു. कि मैंने इसलिए बताए हैं कि इस मजमून में इस्लाम की तबलीग की गई थी. आखिर में जो पैरा पूरा ഈ പ്രബന്ധത്തിന്റെ പോയിന്റുകൾ ഞാൻ പറഞ്ഞത് बताया, ഇതിൽ ഇസ്ലാമിന്റെ തബ്ലീഗാണ് ചെയ്തത് എന്നും फिर അതിന്റെ അവസാനത്തെ ഖണ്ഡികയിൽ പറഞ്ഞതുപോലെ വ്യക്തമായ രീതിയിൽ വരാനുള്ള മസീഹ് വന്നിരിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. खुद फसीहुल बयान लेक्चरर थे. പിന്നീട് ഫ്രീ ചർച്ചിന്റെ ഹെഡ് ഡോക്ടർ വാൾട്ടർ വാഷ്, मैं निहायत खुशकिस्मत हूँ. അദ്ദേഹം സ്വയം ഒരു പ്രഗത്ഭനായ പ്രാസംഗികനുമാണ്. അദ്ദേഹം തന്റെ അഭിപ്രായം ഇപ്രകാരം പറയുന്നു: बयान किया ഈ ലെക്ചർ ശ്രവിക്കാൻ സാധിച്ചതിൽ ഞാൻ അത്യന്തം ഭാഗ്യവാനാണ്. तो ये महसूस कर रहा था कि ये दिन പിന്നീട് ഒരു ലോ പ്രൊഫസർ പറയുന്നു, करने वाला है. ഞാൻ ഈ പ്രബന്ധം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ आप लोग ഈ ദിവസം ഒരു പുതിയ കാലത്തിന് നാന്ദി കുറിക്കുകയാണ് എന്നെനിക്ക് തോന്നിപ്പോയി. 10 कामयाबी എന്നിട്ട് പറയുന്നു, താങ്കൾ മറ്റേതെങ്കിലും രീതിയിൽ ആയിരക്കണക്കിന് രൂപ ചെലവാക്കിയാൽ പോലും ഇത്ര മഹത്തരമായ വിജയം സ്വായത്തമാക്കാൻ സാധിക്കില്ലായിരുന്നു. कि हजरत मसीह പിന്നീട് ഒരു പാതിരി പറയുന്നു, यहाँ तशरीफ लाए हैं. 3 വർഷത്തിനു മുമ്പ് उनके ख्वाब ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. അതായത് ഹദ്റത്ത് മസീഹ് 13 അനുയായികളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ ആ സ്വപ്നം പൂർത്തിയായതായി ഞാൻ കാണുന്നു. फंक्शन 12 അനുയായികളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. 13ാമത്തേത് ഫംഗ്ഷന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചൗധരി ജഫറുല്ലാ ഖാൻ സാഹിബാണ്. जो कॉन्फ्रेंस के सेक्रेटरी അങ്ങനെ 13 എണ്ണം പൂർത്തിയാവുകയുണ്ടായി. लोग इस मजमून की बहुत तारीफ മിസ്റ്റർ ഷാപ്പിൾസ്, അവർ കോൺഫറൻസിന്റെ സെക്രട്ടറിയാണ്, പറയുന്നു, होलीनेस ആളുകൾ ഈ പ്രബന്ധത്തിനെ ഒരുപാട് പ്രശംസിക്കുന്നു. इस जमाने का लूथर मालूम होता है. തിരുമനസിനെ കുറിച്ച് എന്നോടൊരു വ്യക്തി പറയുന്നു, ഇദ്ദേഹം ഈ കാലഘട്ടത്തിലെ ലൂഥറാണെന്ന് തോന്നുന്നു. बेहतर पर्चा था. ചിലർ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അഗ്നിയുണ്ട്. के बाद ഒരാൾ പറഞ്ഞു ഈ പ്രബന്ധം മറ്റെല്ലാ പ്രബന്ധത്തെക്കാളും ഉത്തമമായ പ്രബന്ധമായിരുന്നു. ഒരു ജർമ്മൻ പ്രൊഫസർ ജൽസയ്ക്ക് ശേഷം റോഡിലൂടെ നടക്കുമ്പോൾ മുന്നോട്ട് കയറി വന്ന് ഉസൂറിന് ആശംസകൾ അർപ്പിച്ചു. എന്നിട്ട് പറയുന്നു, എന്റെ അടുത്തിരുന്ന വലിയ വലിയ ഇംഗ്ലീഷുകാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇത് അപൂർവമായ തത്വചിന്തകളാണ്, ഇതെന്നും കേൾക്കാൻ സാധ്യമല്ല. बेहतरीन पर्चा था. മിസ്റ്റർ ലൈൻ ഇന്ത്യ ഓഫീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഖലീഫത്തുൽ മസീഹിന്റെ പ്രബന്ധം ഏറ്റവും ഉന്നതവും മഹത്തരവുമായിരുന്നു എന്ന് അംഗീകരിക്കുന്നു. ബായി അബ്ദുറഹ്മാൻ സാബ് ഖാദിയാനി പറയുന്നു, ഒരു വ്യക്തി ഉസൂറിന്റെ സ്വാഗതത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, और मुसलमानों के हालात और दलाइल का मुतालिया किया है. പറയുന്നു, ഞാൻ ഇന്ത്യയിൽ 30 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ അവസ്ഥകളും അവർ സമർപ്പിക്കുന്ന തെളിവുകളും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരു മിഷണറി ആയിക്കൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇത്ര സവിശേഷമായും മനോഹാരിതയോടും ആഴത്തിലും താങ്കൾ ഈ വിഷയത്തെ അവതരിപ്പിച്ചതുപോലെ ഞാൻ മുമ്പ് ഒരിക്കലും ഒരിടത്തും കേട്ടിട്ടില്ല. എന്നിൽ ഈ പ്രബന്ധത്തിന്റെ ചിന്താധാരകളും തെളിവുകളും വിഷയക്രമത്തിന്റെ അടിസ്ഥാനത്തിലും വളരെ ആഴത്തിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. जिन्होंने മറ്റൊരു വ്യക്തി പറയുന്നു, फ्रांस से आए हुए थे कि मैं ईसाई അദ്ദേഹം इस्लाम को तरजीह दिया करता था. വിഷയാവതരണം കേൾക്കുന്നതിന് ഫ്രാൻസിൽ നിന്ന് വന്നതായിരുന്നു. പറയുന്നു, ഞാൻ ഇസ്ലാം മതത്തിന് ക്രൈസ്തവ മതത്തെക്കാൾ പ്രാമുഖ്യം നൽകിയിരുന്നു. അതായത് ക്രൈസ്തവ മതത്തെക്കാൾ പ്രാധാന്യം അദ്ദേഹം ഇസ്ലാമിനാണ് നൽകിയിരുന്നത്. अब जबकि मैंने आपका मजमून भी सुन लिया है और बुद्धिज्म को भी सुना है, मैं എന്നാൽ ഇസ്ലാമിനേക്കാൾ പ്രാമുഖ്യം ബുദ്ധമതത്തിനാണ് നൽകിയിരുന്നത്. इससे बाला ഇപ്പോൾ ഞാൻ താങ്കളുടെ പ്രബന്ധവും ബുദ്ധമതസ്ഥരുടെ പ്രബന്ധവും കേട്ട ശേഷം ഇസ്ലാം തന്നെയാണ് ഏറ്റവും ഉന്നതമായ മതം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്ര സവിശേഷതയോടും മനോഹാരിതയോടും താങ്കൾ ഇസ്ലാമിനെ അവതരിപ്പിച്ചു. മറ്റാർക്കും തന്നെ ഒരിക്കലും അതിനെ എതിരാൻ സാധ്യമല്ല. എന്റെ ഹൃദയത്തിൽ ഇത് വമ്പിച്ച സ്വാധീനമാണ് ഉളവാക്കിയത്. बहुत सारी आई और क्या उन्होंने बहुत तारीफ की इस मजमून की. അതുപോലെ തന്നെ ധാരാളം സ്ത്രീകളും ഇതിൽ പങ്കെടുത്തിരുന്നു. ने मुझे कहा അവരും ഈ പ്രബന്ധത്തെ ഒരുപാട് പ്രകീർത്തിച്ച് സംസാരിക്കുന്നു. फायर इन हिम. ഒരു സ്ത്രീ പറയുന്നു, ചിലർ എന്നോട് പറഞ്ഞു, फिर मिसेस शार्पल ദർ ഇസ് എ ഫയർ ഇൻ ഹിം, അതായത് അയാളിൽ ഒരു അഗ്നിയുണ്ട്. मेरे पास आया, उसने मुझे कहा അതുപോലെ മിസ്സസ് ഷാപ്പിൾസ് പറയുന്നു, ഒരു ഇംഗ്ലീഷുകാരൻ എന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, जामिया में शामिल थी. ഇവരും സെക്രട്ടറിയാണ്, ഒരു സെക്രട്ടറിയുടെ ഭാര്യയുമാണ്, സംഘാടകരിലും ഇവരും ഈ സംഘാടകരിൽ പെട്ടിരുന്നു. मुझे इजाजत दो कि मैं अंदर आ അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്നെ ചായ കുടിക്കാൻ ക്ഷണിച്ചിട്ടില്ല, അവിടെ ചായക്കുള്ള ഏർപ്പാടുണ്ടായിരുന്നു. हिंदुस्तान എന്നാൽ എനിക്ക് നിങ്ങൾ അനുവാദം തരികയാണെങ്കിൽ ഞാൻ ഉള്ളിൽ വരുന്നതാണ്. हिंदियों का सरदार എന്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇസ്ലാം മതത്തെ സമർപ്പിക്കുവാൻ വേണ്ടി വന്ന അഹമ്മദികളുടെ നേതാവുമായ ആ വ്യക്തിയെ കാണുക എന്നതാണ്. मजहब के पर्चे അങ്ങനെ ആ വ്യക്തി ഹുസൂറിനെ കണ്ടു, സംസാരിച്ചു. എന്നിട്ട് മൗലവി മുബാറക് അലി സാഹിബിനോടായി പറഞ്ഞു, ഞാൻ ബുദ്ധമതസ്ഥരുടെ പ്രബന്ധവും കേട്ടു, മറ്റു മതസ്ഥരുടെ പ്രബന്ധവും കേട്ടു. എന്നാൽ ഈ പ്രബന്ധം എല്ലാ പ്രബന്ധങ്ങളെക്കാളും ഉത്തമമായിരുന്നു. सड़क पर चलते हुए आगे बढ़कर
ഇവിടെ പ്രൊഫസറായ ഒരു ജർമ്മൻ വ്യക്തി അദ്ദേഹം ജലസ കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ മുന്നോട്ട് വന്നുകൊണ്ട് പറയുന്നു, ആദ്യം പ്രതിപാദിച്ച അതേ വ്യക്തിയാണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. പറയുന്നു, അദ്ദേഹം മുസൂറിനോട് അടുത്ത് വന്ന് ആശംസകൾ അർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് വലിയ വലിയ ഇംഗ്ലീഷുകാർ ഇരിപ്പുണ്ടായിരുന്നു. പലരും തന്നെ തുടയിൽ കൈയടിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അവർ ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു, റയർ ഐഡിയാസ്, വൺ ക്യാൻ ഹിയർ സച്ച് ഐഡിയാസ് എവരി ഡേ. അതായത് വളരെ അപൂർവമായ ചിന്താഗതികളാണ്. ഈ രീതിയിലുള്ള ചിന്താധാരകൾ എല്ലായ്പ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതല്ല. ഇതേ ജർമ്മൻ പ്രൊഫസർ തന്നെ പറയുന്നു, ചില സ്ഥലങ്ങളിൽ ആളുകൾ അനിയന്ത്രിതമായി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വാട്ട് എ ബ്യൂട്ടിഫുൾ ആൻഡ് ട്രൂ പ്രിൻസിപ്പൽസ്. അതായത് എത്ര മനോഹരവും സത്യസന്ധവുമായ ആദർശങ്ങളാണ്. തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നു, ഈ അവസരം അഹമ്മദികൾക്കൊരു ടേണിംഗ് പോയിന്റ് ആണ്. ആയിരക്കണക്കിന് പൗണ്ടുകൾ ചെലവാക്കിയാൽ പോലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അതിമഹത്തായ പ്രശസ്തിയും വിജയവുമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രാപ്യമായിരിക്കുന്നത്. മിസ്റ്റർ ലൈനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ഓഫീസിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പ്രഭാഷണം കേട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന് വന്നിരുന്നില്ല. അദ്ദേഹം വീട്ടിൽ ചെന്ന് ഭാര്യയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം അവർ വന്നുകൊണ്ട് ഈ സംഘത്തിലെ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി. എനിക്കിന്നലെ വരാൻ സാധിച്ചില്ല എന്നും എന്റെ ഭർത്താവ് വീട്ടിൽ വന്ന് ഈ പ്രബന്ധം എത്രത്തോളം വിജയകരവും സ്വീകാര്യവുമാണ് എന്നും പറയുകയുണ്ടായെന്നും അവർ പറഞ്ഞു. മിസ് കോർണർ ഒരു നിരീശ്വരവാദിയും ദൈവത്തെ നിരാകരിക്കുന്നവളുമായ സ്ത്രീയാണ്. അവർ പറയുന്നു, ഇറ്റ് വാസ് ചാംഫുൾ. അതായത് ഇത് വളരെ ഹൃദയഹാരിയായ പ്രബന്ധമായിരുന്നു. വളരെ ഉന്നതമായ ചിന്താധാരണകളാണ്, പുതിയ യഥാർത്ഥങ്ങളാണ് ഇതിലുള്ളത്. അതുപോലെ മറ്റുള്ളവർ പ്രശംസിച്ചതുപോലെ അതേ വാക്കുകളിൽ ഇവരും ഒരുപാട് പ്രശംസിക്കുകയുണ്ടായി. ബഹായി മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ പ്രഭാഷണം കേട്ടു. ഞങ്ങളോടൊപ്പം വീട് വരെ അവർ നടന്നു. അവർ പറയുന്നു, ഞാൻ ബഹായി ചിന്താഗതിക്കാരിയായിരുന്നു. എന്നാൽ ഇന്നത്തെ പ്രഭാഷണം കേട്ട ശേഷം എന്റെ ചിന്തകൾ മാറിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂടുതൽ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി എപ്പോൾ എവിടെയെല്ലാം പ്രഭാഷണം ഉണ്ടാകുമെന്ന് ദയവ് ചെയ്ത് എന്നോട് പറയുക. ഞാൻ തീർച്ചയായും അന്ന് പങ്കെടുക്കുന്നതാണ്. അതുപോലെ ഒരു ക്രൈസ്തവ സ്ത്രീ തന്റെ മകളോടൊപ്പം അവിടെ വന്നിരുന്നു. വളരെ ആത്മാർത്ഥതയോടെ ഖലീഫത്തുൽ മസീഹ് സാനയുടെ പിന്നാലെ വന്നുകൊണ്ട് അവർ പറഞ്ഞു, വ്യാഴാഴ്ച താങ്കൾ എന്റെ വീട്ടിൽ ചായ കുടിക്കാൻ വരണം. ഉസൂർ തന്റെ തിരക്കുകൾ കാരണം അഭ്യർത്ഥന സ്വീകരിക്കാതെ വന്നപ്പോൾ അവർ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനെ സമ്മതിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എപ്പോൾ വന്നാലും ശരി, കുഴപ്പമില്ല, പക്ഷെ നിർബന്ധമായും വരിക. മറ്റൊരു വ്യക്തി പറയുന്നു, ഇത്ര മനോഹരമായ വിഷയമായിരുന്നു. ഹുബ്ബുൽ വത്നിയേക്കാൾ, അതായത് രാജ്യസ്നേഹത്തെക്കാൾ മനോഹരമായ ഒരു വിഷയമായിരുന്നു ഇത്. അതുപോലെ പത്രമാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഒരു പത്രത്തിന്റെ ഉദാഹരണം മാത്രം ഞാൻ കേൾപ്പിക്കുന്നു. മാഞ്ചസ്റ്റർ ഗാർഡിയൻ 24 സെപ്റ്റംബർ 1924 പ്രസിദ്ധീകരണത്തിൽ എഴുതുന്നു, ഈ കോൺഫറൻസിൽ ഒരു തരംഗമുണ്ടാക്കിയ സംഭവം നടന്നു. ആ സംഭവം നടന്നത് ഇന്ന് വൈകുന്നേരം ഇസ്ലാമിന്റെ ഒരു പുതിയ ഫിർക്കയെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. പുതിയ ഫിർക്ക എന്ന വാക്ക് ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. യഥാർത്ഥത്തിൽ അവർ തങ്ങളെ പുതിയതായി കാണുന്നില്ല. ഇതും അവർ വിശദീകരിക്കുന്നു. ഈ വിഭാഗത്തിന്റെ ആരംഭം അവർ പറയുന്നതനുസരിച്ച് ഇന്നേക്ക് 34 വർഷം മുമ്പ് ബൈബിളിലും മറ്റ് ഗ്രന്ഥങ്ങളിലും പ്രവചനം ചെയ്തിരിക്കുന്ന മസീഹിന്റെ കരങ്ങളാൽ സ്ഥാപിതമായതാണ്. ഈ വിഭാഗത്തിന്റെ വാദം ദൈവം തന്റെ ഇൽഹാമിന്റെ വെളിച്ചത്തിൽ ഈ പ്രസ്ഥാനത്തെ സ്ഥാപിച്ചിരിക്കുന്നുവെന്നും മനുഷ്യകുലത്തിനെ ഇതുമുഖേന ദൈവത്തിലേക്ക് എത്തിക്കുവാനാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുമാണ്. വെളുത്ത പകഴി ധരിച്ച ഒരു ഇന്ത്യക്കാരൻ, അയാളുടെ മുഖം പ്രകാശപൂർണവും സന്തുഷ്ടവുമായിരുന്നു. അദ്ദേഹം കറുത്ത താടി വച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് ഖലീഫത്തുൽ മസീഹ് തിരുമനസ് അൽഹാജ് മിർസ ബഷീറുദ്ദീൻ മെഹ്മൂദ് അഹമ്മദ്, അല്ലെങ്കിൽ ചുരുക്കത്തിൽ ഖലീഫത്തുൽ മസീഹ് എന്നാണ്. ഇസ്ലാമിൽ അഹമ്മദിയ പ്രസ്ഥാനം എന്ന തലക്കെട്ടിൽ അദ്ദേഹം തന്റെ പ്രവചനം അവതരിപ്പിച്ചു. പച്ച നിറത്തിലുള്ള റോമി ടൊപ്പി ധരിച്ച അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഈ പ്രബന്ധം വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ അവതരിപ്പിച്ചു. ഇസ്ലാമിനെ സഹായിക്കുന്നതും സംരക്ഷിക്കുന്നതുമായ തന്റെ ഈ പ്രബന്ധം വളരെ ആവേശഭരിതമായ ഒരു അപ്പീലോടുകൂടി അദ്ദേഹം അവസാനിപ്പിക്കുന്നു. ഇതിൽ അവർ ശ്രോതാക്കളോട് ഈ പുതിയ മസീഹിനെയും പുതിയ പ്രസ്ഥാനത്തെയും സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ പ്രബന്ധം അവതരിപ്പിച്ചതിനു ശേഷം എത്രത്തോളം പ്രശംസകളും പുകഴ്ത്തലുകളും കയ്യടികളും ഉണ്ടായോ അത്രത്തോളം മറ്റൊരു പ്രബന്ധത്തിന്റെ സമയത്തും ഉണ്ടായിട്ടില്ല എന്നത് ഇവിടെ വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. ഭായി അബ്ദുറഹ്മാൻ സാഹിബ് ഖാദിയാനി പറയുന്നു, പ്രബന്ധത്തിന്റെ അവസാനത്തിൽ ഒരു റെസൊല്യൂഷൻ സമർപ്പിക്കുകയും മുഴുവൻ പേരുടെയും പിന്തുണയോടുകൂടി അത് പാസാക്കുകയും ചെയ്തു. ഈ രീതിയിലുള്ള പ്രയോജനകാരിയായ അറിവുകളും വൈജ്ഞാനിക ചിന്താഗതികളും
ഉന്നതമായ മാർഗനിർദ്ദേശങ്ങളും നൽകിയ തിരുമനസ്സിന് നന്ദി പ്രകടിപ്പിക്കുന്നു എന്നതിൽ പറഞ്ഞിരുന്നു. बहुत कुछ सुना ഒരു പ്രൊഫസർ, അദ്ദേഹം പാതിരിയും കൂടിയാണ്, और इकरार किया कि ഈ പ്രഭാഷണത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ആദ്യം വീട്ടിൽ വന്നു. പിന്നീട് ഞങ്ങളോടൊപ്പം പ്രഭാഷണം നടക്കുന്ന സ്ഥലത്തേക്കും വന്നു. टीचिंग ऑफ इस्लाम അവർ ജമാഅത്തിന്റെ ചില പുസ്തകങ്ങളും വാങ്ങി. गए हैं, उनको लेकर वाज़ो तबलीग करूंगा. बस ये मजमून जो पढ़ा गया ये भी ഈ പ്രബന്ധത്തിന്റെ സവിശേഷതയിൽ സ്വാധീനനായിക്കൊണ്ട് തന്റെ കസേരയിൽ നിന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം തുള്ളിച്ചാടുന്നതായി കാണാമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കേട്ടു, വീണ്ടും വരുന്നതാണെന്ന് വാഗ്ദാനം നൽകി. ഇനി ഞാൻ ഇസ്ലാമിന്റെ ഈ അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നു. ഇസ്ലാം മത തത്വജ്ഞാനത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെ മുൻനിർത്തി പ്രഭാഷണങ്ങളും തബലീഗും ഞാൻ നടത്തുന്നതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. आगे निकल चुकी है, लेकिन ഈ അവതരിപ്പിച്ച പ്രബന്ധവും ആദ്യം തയ്യാറാക്കിയ പ്രബന്ധവും ഞാൻ പറഞ്ഞതുപോലെ സുദീർഘമായതിനാൽ അവതരിപ്പിക്കാൻ സാധ്യമല്ലായിരുന്നു. ഈ രണ്ട് പ്രബന്ധങ്ങളും ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. तब का जो है അംഗസംഖ്യയും को भी ये जरूर पढ़ना चाहिए. മിഷൻ ഹൌസിന്റെ എണ്ണങ്ങളും പറഞ്ഞിരിക്കുന്നത് ആ സമയത്തിലേതാണ്. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് ഒരുപാട് മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ പ്രബന്ധത്തിന്റെ മനോഹാരിതയും അതിന്റെ വൈജ്ഞാനിക സമ്പുഷ്ടിയും അവതരണ ശൈലിയും ഇപ്പോഴും നിലനിൽക്കുന്നു. ആയതിനാൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ, നമ്മുടെ യുവാക്കൾ ഇത് തീർച്ചയായും വായിക്കേണ്ടതാണ്. അള്ളാഹു തആല ഹദ്റത്ത് മസീഹ് മൗഊദിന്റെ മേൽ കരുണ ചെയ്യുമാറാകട്ടെ. അദ്ദേഹം തന്റെ എല്ലാ പ്രബന്ധങ്ങളും തന്നെ നമുക്ക് വിജ്ഞാനത്തിന്റെ അളവില്ലാത്ത ഭണ്ഡാരങ്ങളായിക്കൊണ്ട് തുറന്നു നൽകിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു. എല്ലാ വിഷയങ്ങളെയും അദ്ദേഹം സ്പർശിച്ചിട്ടുണ്ട്. ഫദലെ ഉമർ ഫൗണ്ടേഷനും ഈ വിജ്ഞാന ശേഖരത്തെ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അവർ പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതിൽ കൂടുതൽ വേഗത ആവശ്യമാണ്. ഇന്നും ഞാൻ ജുമാ നമസ്കാരത്തിന് ശേഷം ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ഇത് ബഹുമാനപ്പെട്ട കമാൽ അഹമ്മദ് ക്രോഫ് സാഹിബിന്റേതാണ്. ഇദ്ദേഹം ഡെൻമാർക്ക് നിവാസിയായിരുന്നു. 1942 ഡെൻമാർക്കിലെ यूनिवर्सिटी से ग्रेजुएशन करने के बाद ഫബിയ പട്ടണത്തിൽ അദ്ദേഹം ജനിച്ചു. 3 तक പ്രാരംഭ വിദ്യാഭ്യാസം നേടിയ ശേഷം ടീച്ചേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്തു. പിന്നീട് 2003 വരെ അദ്ദേഹം ചരിത്രം, മതം, कबूल करने की साथ नसीब हुई. ഡാനിഷ് തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിക്കുവാനുള്ള തോഫിക്ക് ലഭിച്ചു. आपके जरिए से അബ്ദുസലാം മാറ്റ്സൺ സാഹിബിന്റെ വിദ്യാർത്ഥിയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം മുഖേനയാണ് ജമാഅത്തിന്റെ സന്ദേശം ഇദ്ദേഹത്തിന് ലഭിച്ചത്. सिलसिला थे. 1960 പ്രാരംഭഘട്ടത്തിൽ മീർ മസൂദ് അഹമ്മദ് സാഹിബ് മർഹൂം അവിടെ മുബല്ലിഗ് സിൽസില ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിനുള്ള തോഫിക്ക് ലഭിച്ചു. जमात से नहायत इखलास और मोहब्बत और वफा का ताल्लुक कायम रखा. പിന്നീട് മരണം വരെയും ജമാഅത്തിനോട് വളരെയധികം ആത്മാർത്ഥതയും കൂറും ബന്ധവും ഉണ്ടായിരുന്നു. इश्क था. ഖിലാഫത്തിനോടും കാലത്തിന്റെ ഖലീഫയോടും വളരെയധികം വിശ്വസ്തതയും സ്നേഹവും വെച്ച് പുലർത്തിയിരുന്നു. बीमार भी थे. ഒരു ഇഷ്ക് തന്നെ ഉണ്ടായിരുന്നു. कायदा आया कर എന്നോട് കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ഈ ആത്മാർത്ഥയും സ്നേഹവും ഉണ്ടായിരുന്നു. ഞാൻ ഡെൻമാർക്ക് സന്ദർശിച്ച വേളയിൽ അദ്ദേഹം രോഗിയായിരുന്നിട്ടുകൂടി കൃത്യമായി കാണാൻ വരുമായിരുന്നു. और नेशनल വ്യത്യസ്തങ്ങളായ പല ജമാഅത്ത് പദവികളും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. മദ്രസ് ഖുദാമിൽ അഹമ്മദിയുടെ നാഷണൽ കായിദായിരുന്നു. നാഷണൽ തബ്ലീഗ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വവും വർഷങ്ങളോളം തികഞ്ഞ കഠിനാധ്വാനത്തോടും ആത്മാർത്ഥയോടും കൂടി നിർവഹിച്ചുകൊണ്ടിരുന്നു. पैगाम पहुंचाने में कोई कसर തബ്ലീഗിനോട് ഭ്രാന്തമായ ഒരു ആവേശമുണ്ടായിരുന്നു. എല്ലാ അവസരങ്ങളിലും അദ്ദേഹം ഡെൻമാർക്ക് ജനതയ്ക്കും ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും സന്ദേശം എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. नहीं बैठ जाते. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, ജമാഅത്ത് ജോലിക്ക് കഴിഞ്ഞ് രാത്രി വൈകിയാണ് വീട്ടിൽ വരുന്നത്. എങ്കിൽ തന്നെയും അടുത്ത ദിവസത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്യാനായിരിക്കും. അർദ്ധരാത്രി വരെ ജോലിയെടുത്തുകൊണ്ട് അമീർ സാഹിബിന് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകുമായിരുന്നു. അതിനുശേഷം മാത്രമേ ഉറങ്ങാറുള്ളായിരുന്നു. डेनमार्क लिखते हैं कि 1900 അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയം വളരെ വിശാലമായിരുന്നു. ഡാനിഷ് ആളുകളുമായി വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. ഡെൻമാർക്കിലെ അമീർ സാഹിബ് എഴുതുന്നു, 1988-89 കാലയളവിൽ അദ്ദേഹം ഇവിടെ മുബല്ലിഗ് ഇൻചാർജ് ആയിരുന്നപ്പോൾ शोबा तबलीग में വളരെ അനുസരണയോടുകൂടി ജമാഅത്ത് പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ചും തബ്ലീഗ് വിഭാഗത്തിൽ രാപ്പകൽ എന്നെ സഹായിക്കുമായിരുന്നു. प्राइम मिनिस्टर को एक मुलाकात में डेनिश जुबान में कुरान करीम को तोहफा दिया गया. ആ സമയത്ത് ഡെൻമാർക്കിലെ वो साहिब भी इस वक्त പ്രധാനമന്ത്രിക്ക് ഒരു കൂടിക്കാഴ്ചയിൽ ഡാനിഷ് ഭാഷയിലെ ഖുർആൻ ഉപഹാരമായി നൽകിയ വേളയിൽ കമാൽ ക്രോഫ് സാഹിബും കൂടെ ഉണ്ടായിരുന്നു. नौजवान बच्चे ഈ കൂടിക്കാഴ്ചയുള്ള അവസരമൊരുക്കി തന്നതും അദ്ദേഹം തന്നെയായിരുന്നു. तालीम और तरबियत के लिए आप मस्जिद അതുകൂടാതെ യുവാക്കൾക്കും കുട്ടികൾക്കും താലീം തർബീയത്തിനായി അദ്ദേഹം മസ്ജിദ് നുസ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. കുട്ടികളുടെ ചോദ്യത്തിനുള്ള മറുപടിയും അവരുടെ പ്രശ്നപരിഹാര മാർഗങ്ങളെ സംബന്ധിച്ചും ചർച്ചകൾ നടത്തുമായിരുന്നു. किताबों के मुसन्नफ थे और जमाती कुतुब के तराजुम भी आपने किए. इस्लामी असूल की फिलॉसफी की डेनिश ധാരാളം ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. किया. ജമാഅത്ത് ഗ്രന്ഥങ്ങളുടെ പരിഭാഷയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ ഇസ്ലാം മതജ്ഞാനത്തിന്റെ ഡാനിഷ് ഭാഷാന്തരത്തിന്റെ പുനരവലോകനവും ഇദ്ദേഹം തന്നെയാണ് നടത്തിയത്. ജമാഅത്തെ അഹമ്മദിയ ഡെൻമാർക്കിന്റെ ത്രൈമാസിക ആക്റ്റീവ് ഇസ്ലാമിന്റെ മേൽനോട്ടവും പല വർഷങ്ങളായി അദ്ദേഹം ഭംഗിയായി ചെയ്തു പോന്നു. അതുപോലെ 1970-80 കാലത്തിലെ പ്രക്ഷോഭകാലത്ത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും വരുന്ന അഭയാർത്ഥികൾക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടേയിരുന്നു.
2004 ഇദ്ദേഹത്തിന് പക്ഷാഘാതം ബാധിച്ചു. അതിനുശേഷം അദ്ദേഹം പരാശ്രയനായി ജീവിച്ചെങ്കിലും ജുമായിലും മറ്റ് ജമാഅത്ത് പരിപാടികളും കൃത്യമായി പങ്കെടുത്തിരുന്നു. मिलने के लिए जाते, हर मुलाकात വളരെ ദൂരമായി യാത്ര ചെയ്തിട്ടും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതുകൂടാതെ അമീർ സാഹിബ് ഇദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോഴെല്ലാം ഓരോ കൂടിക്കാഴ്ചയിലും ജമാഅത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് തിരക്കുമായിരുന്നു. അവിടെ പുതിയതായി പണി കഴിപ്പിക്കാനുള്ള മിഷൻ ഹൗസിനെ കുറിച്ചും എടുത്തെടുത്ത് ചോദിക്കുമായിരുന്നു. के बारे में पूछा करते। വീണ്ടും വീണ്ടും അമീർ സാഹിബിനോട് എന്നെക്കുറിച്ചും ചോദിക്കുമായിരുന്നു. കാലത്തിന്റെ ഖലീഫയുടെ വിശേഷം എന്താണെന്നും മറ്റും വികാരഭരിതനായിക്കൊണ്ട് ചോദിക്കുമായിരുന്നു എന്ന് പറയുന്നു. 2014 को आपकी तबीयत अचानक नासाज हुई और आप अस्पताल में दाखिल कर दिया गया। आपको ഫെബ്രുവരി 18, 2014 ഇദ്ദേഹത്തിന് അസുഖം വർദ്ധിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 19 തീയതി രാവിലെ 5:30 മണിക്ക് 71 വയസ്സിൽ അദ്ദേഹം पीछे बेवा വഫാത്തായി. ഇന്നാ ലില്ലാഹി 5 पोते पोतियां, വ ഇന്നാ ഇലൈഹി റാജിഊൻ. इनकी अहलिया भी निहायत അദ്ദേഹം തന്റെ പിന്നിൽ വിധവയായ ഭാര്യയെയും ഒരു മകനെയും മകളെയും കൂടാതെ काम कर रही हैं। 5 പേരക്കുട്ടികളെയും വിട്ടുപോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ ആത്മാർത്ഥയോടുകൂടി ജമാഅത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരാണ്. കൂടാതെ പരിഭാഷയുടെ ജോലിയും ചെയ്യുന്നു. വളരെ നല്ലൊരു സഹായിയാണ്. डेनिश इलेक्ट्रॉनिक मीडिया है അന്യരിലും ഇദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. जो ഡാനിഷ് ഇലക്ട്രോണിക് മീഡിയയിലെ പല വ്യക്തികളും जैनसन साहब ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു. कहते हैं कि क्रो साहब एक बहुत अजीम शख्सियत जो आज हमें नहीं रही। ആൻഡ്രിക് ജൻസൺ സാഹിബ് പറയുന്നു, माल साहब को हमेशा ही ക്രോക്ക് സാഹിബ് വളരെ മഹാനായ ഒരു വ്യക്തിയാണ്. हम जैसे कई ഇന്ന് അദ്ദേഹം നമുക്കിടയിലില്ല. बहुत इज्जत है। കമാൽ സാഹിബിനെ എപ്പോഴും ഞാൻ ആദരവോടുകൂടിയാണ് കണ്ടിരുന്നത്. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി ആദരവുണ്ട്. അദ്ദേഹം വളരെ ആദരണീയനും മഹത് വ്യക്തിത്വത്തിന് ഉടമയുമാണ്. ആ വ്യക്തിത്വത്തെ ക്ലാസ്സിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. പറയുന്നു, ഞാൻ സ്വയം കമാൽ സാഹിബിനെ പോലെ വിദ്യാഭ്യാസ വിഭാഗവുമായി ബന്ധപ്പെട്ടിരുന്നു. മുഴുവൻ വിദ്യാഭ്യാസ കാലയളവിലും കമാൽ സാഹിബ് എനിക്ക് മാതൃകയായിരുന്നു. അദ്ദേഹത്തിന് വൈജ്ഞാനികമായ തന്റെ വിഷയങ്ങളിൽ നല്ല മികവുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളിൽ ഒരുപാട് ആളുകളെ ജീവിത പന്ഥാവിൽ നയിച്ചു. തുടർന്ന് പറയുന്നു, फिर कहते हैं कि सब इंसान ही अपनी जिंदगी की बसर करते हैं, कुछ ने हासिल करने का इल्म पा लिया है। പറയുന്നു, എല്ലാ മനുഷ്യരും तादाद में वो लोग हैं जो इस नुक्ता को पा ജീവിക്കുന്നു. ചിലർ നേടുന്നതിനുള്ള മാർഗം കണ്ടെത്തുന്നു. എന്നാൽ അപൂർവം ചിലർ മാത്രമേ മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നുള്ളൂ. फिर एक खातून है, वो बयान करती हैं, कमाल करो साहिब एक ऐसे അതുപോലെ മറ്റൊരു സ്ത്രീ जिसे इंसान कभी भुला नहीं सकता। പറയുന്നവർ, കമാൽ ക്രോക്ക് സാഹിബ് साहिब മനുഷ്യർ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ഉസ്താദായിരുന്നു. एक ऐसे टीचर മിസ്റ്റർ കെനത്ത് പറയുന്നു, जिससे मैंने बहुत मुतासर हूँ। അവർ പറയുന്നു, ഒരുപാട് എന്നെ സ്വാധീനിച്ച ഒരു ടീച്ചറാണ് അദ്ദേഹം. അദ്ദേഹം നല്ലൊരു ഭയഭക്തിയുള്ള മനുഷ്യൻ കൂടിയാണ്. अंग्रेज जो सही तलफ़ुज़ जो भी है, कहते हैं कि कॉलेज में मेरे बहुत से वो शागिर्द थे जो अपने स्कूल മിസ് എൻഗ്രേറ്റ്സ് എന്ന സ്ത്രീ പറയുന്നു, കോളേജിൽ പല വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് मजहब के ക്രോക്ക് സാഹിബിന്റെ വിദ്യാർത്ഥികളായിരുന്നു. जो कमाल करो के ज़ेरे तालीम रह चुके थे, दीगर साथियों से बहुत आगे होते थे। और അവർ എപ്പോഴും കമാൽ സാഹിബിനെ ആദരപുരസ്കാരം സ്മരിച്ചിരുന്നു. മതവിഷയങ്ങളിൽ കമാൽ സാഹിബിന്റെ വിദ്യാർത്ഥികളായിരുന്നവർ तबसरे മറ്റു വിദ്യാർത്ഥികളെക്കാൾ ഒരുപാട് മുൻപന്തിയിലായിരുന്നു. എന്തായാലും माइकल हैं, कहते हैं कि उम्मीद करता हूँ ഇതുപോലെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. മിസ്റ്റർ മൈക്കൽ പറയുന്നു, कामों को जारी रख सके ഞാൻ വിശ്വസിക്കുന്നത് और गैर ഡെൻമാർക്കിന്റെ മണ്ണിൽ അദ്ദേഹത്തിന്റെ ജോലി തുറന്നുകൊണ്ടുപോകുന്നതിന് ആരെങ്കിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. खुदा पैदा അദ്ദേഹം ഡാനിഷ് പൊതുജനങ്ങൾക്കും പുറത്തുനിന്ന് വരുന്ന മുസ്ലിങ്ങൾക്കുമിടയിൽ ഒരു മധ്യവർത്തിയായി പ്രവർത്തിച്ചിരുന്നു. सोसाइटी में അവർക്കിടയിൽ ചർച്ചകൾക്കുള്ള മാധ്യമമൊരുക്കി. നമ്മുടെ സമൂഹത്തിലെ പല വ്യക്തികളും ഇതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് എന്ന് വ്യസനസമേതം പറയുകയാണ്. അള്ളാഹു उनके बीवी മർഹൂമിന്റെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. बच्चा अता फरमाए। അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾക്ക് ക്ഷമയും ധൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജമാഅത്തുമായി അവരെപ്പോഴും ബന്ധം പുലർത്തുന്നവരായി തീരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാര ശേഷം അദ്ദേഹത്തിന് ജനാസ ഖായിബ് ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله
فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر